കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇന്നും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നിലവിൽ കേരളത്തിന് മുകളിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങളാണ് മഴ തുടരുന്നതിന് കാരണമാകുന്നത്. കന്യാകുമാരി കടലിന് മുകളിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ലക്ഷദ്വീപിനും മാലിദ്വീപിനും മുകളിലായി ഇപ്പോൾ സ്ഥിതി ചെയ്യുകയാണ്. ഇത് വരും മണിക്കൂറുകളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തീവ്രമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക, വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. എങ്കിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മഴയുടെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതിനാൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പും പൊതുജനങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയാണ് കേരളത്തിന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുന്നതിന് കാരണമാകുന്ന പ്രധാന ഘടകം. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന നിലയിലുള്ള ഈ ചുഴി അറബിക്കടലിലെ ന്യൂനമർദ്ദവുമായി ചേർന്ന് സംസ്ഥാനത്തേക്ക് ഈർപ്പമുള്ള കാറ്റെത്തിക്കുകയും ഇത് മഴമേഘങ്ങളുടെ രൂപീകരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയ കനത്ത മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും നഗരപ്രദേശങ്ങളിൽ ഗതാഗത തടസ്സത്തിനും കാരണമായി. ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലുള്ള മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നദിയിലെയും മറ്റ് ജലാശയങ്ങളിലെയും ജലനിരപ്പ് ഉയരുന്ന ഈ സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് അതീവ പ്രാധാന്യമർഹിക്കുന്നു. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് ശനിയാഴ്ചയോടെ ഈ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. തുടർന്ന് ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നവംബർ 24 തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് ഒരു തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് ചുഴലിക്കാറ്റിന്റെ രൂപീകരണത്തിന് മുന്നോടിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ട ശേഷം തുടർന്നുള്ള 48 മണിക്കൂറിനുള്ളിൽ വീണ്ടും പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനുമുള്ള സാധ്യതയുണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഈ കാലാവസ്ഥാ മാറ്റം തമിഴ്നാട് തീരത്തും ശ്രീലങ്കൻ തീരത്തും വലിയ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിലും അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തീവ്ര ന്യൂനമർദ്ദ സാധ്യത മുന്നിൽ കണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മത്സ്യബന്ധന വകുപ്പും മുൻകരുതൽ നടപടി ഊർജിതമാക്കി. ന്യൂനമർദ്ദ സാധ്യതകൾ കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും ഒഴിവാക്കണം. നിലവിൽ കടലിലുള്ളവർ എത്രയും പെട്ടെന്ന് സുരക്ഷിത തീരങ്ങളിലേക്കും മടങ്ങിയെത്തണം. ശക്തമായ കാറ്റും കടൽക്ഷോഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ തലത്തിൽ ജില്ലാ കളക്ടർമാരും മറ്റു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ ക്യാമ്പുകൾ തുറക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കായി ടീമുകളെ സജ്ജമാക്കുന്നതിനും മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും തയ്യാറെടുക്കണം. പുതിയ ന്യൂനമർദ്ദത്തിന്റെ രൂപീകരണവും സഞ്ചാരപഥവും സംബന്ധിച്ച കൂടുതൽ കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിലെ നിരീക്ഷണങ്ങൾക്ക് ശേഷം കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടും. പൊതുജനങ്ങൾ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുകയും അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക.